5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. എത്ര മനോഹരമായ ഒരു ചരിത്രമുള്ള പാരമ്പര്യമുള്ള രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു അഡ്വക്കേറ്റ്, വനിതാ അഭിഭാഷക, യുവ അഭിഭാഷക JV ശ്യാമിലി. അവർ സമയത്ത് രാവിലെ 9 മണിക്ക് വരണം, 5 മണിയായാലും പോകാൻ പറ്റില്ല. വളരെ നാമമാത്രമായ ശമ്പളമാണ് കൊടുക്കുന്നത്. ആ ശമ്പളമൊക്കെ ഒന്ന് സമയത്ത് ചോദിച്ചു, തൻ്റെ സീനിയറിനോട് അല്ലെങ്കിൽ തന്നെ വച്ചിരിക്കുന്ന വക്കീലിനോടൊന്ന് ചോദിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അടിച്ച് പരത്തി മുഖം ചമ്മന്തിയാക്കി. ഇത്ര ഭീകരമാണ് അവരെക്കുറിച്ചുള്ള ഫോട്ടോകൾ പത്രങ്ങളിലും മീഡിയകളിലും കാണുമ്പോൾ. എന്തിനാണ് അങ്ങനെ അവരിപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നൊരു ഗർഭിണിയായി വന്ന് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമൊക്കെയായി വന്ന് 26 വയസ്സേ ഉള്ളൂ. ഇനി എന്തെല്ലാം അവരുടെ ജീവിതത്തിൽ നേടാനുള്ളതാണ്. പരസ്യമായി തല്ലുകയാണ്. എന്നിട്ട് അതിന് ഏറ്റവും മനോഹരമായ ഒരു രസകരവും മനോഹരവുമായ ഒരു ക്രൂരത എന്താണെന്നറിയാവോ? ഈ ക്രൂരതയ്ക്ക് മനോഹാരിത എന്ന വാക്ക് പറഞ്ഞുള്ളൂ, എന്നാലും ഞാൻ പറയുകയാണ്. സഹപ്രവർത്തകരായ അഡ്വക്കേറ്റുമാർ, അഭിഭാഷകർ കണ്ടുകൊണ്ടിരുന്നു. അത് അയാളും അവളും തമ്മിലുള്ള കാര്യം, അവർ തമ്മിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ജോലി എന്തിനാണ് നമ്മൾ കളയുന്നത്? അല്ലെ, നമ്മളെന്തിനാണ് ഇനി പ്രതികരിച്ചിട്ട് നമ്മുടെ സാറിൻ്റെ ഗുഡ് ബുക്കിൽ നിന്ന് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും വെറുതെ ഇരുന്നു. അഡ്വക്കേറ്റ് ബ്രൈലിൻ ദാസ് അദ്ദേഹമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മുങ്ങി. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തൊഴിലിടങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വൊക്കേഷൻ സമയം കൂടെയാണ്. ഇപ്പോൾ സ്കൂളുകൾ കോളേജുകളൊക്കെ എടുത്താൽ വൊക്കേഷൻ സമയമാണ്. വൊക്കേഷൻ്റെ സാലറി കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ക്ലാസ്സുകളുടെ പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളാണ് സ്ത്രീ സമൂഹം നേരിടുന്നത്. കേരളത്തിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. സർക്കാർ ഓഫീസ് ഒഴിച്ചാൽ അത് എത്ര പേരുണ്ട്? അതെല്ലാം കൂടി 5 ലക്ഷം പേരുണ്ട്. അതിനകത്ത് പുരുഷന്മാർ സ്ത്രീകളൊക്കെ വരുമ്പോൾ എത്ര പേരാണ് ഉണ്ടാവുക? ബാക്കിയുള്ള മേഖല എടുത്താൽ, ഏത് തൊഴിലിടം എടുത്താലും, അത് ഗാർഹിക ജോലികൾ എടുത്താലും, നമ്മുടെ ടെക്സ്റ്റൈൽസ് എടുത്താലും, മറ്റ് ജുവലറി ഷോപ്പ് എടുത്താലും, കച്ചവട സ്ഥാപനങ്ങൾ എടുത്താലും, ഗവൺമെൻറ് കോളേജുകൾ ഒഴിച്ചുള്ള എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളായാലും, സർക്കാർ എയ്ഡഡിൽ അത്രയില്ല എന്നാലും കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ, അൺഎയ്ഡഡ് കോളേജുകളിൽ, അൺഎയ്ഡഡ് സ്കൂളുകളിൽ, സെൽഫ് ഫിനാൻസിങ് സ്കൂളുകളിൽ ഒക്കെ വലിയ പീഡനമാണ് നടക്കുന്നത്. ആത്മാഭിമാനം കൊണ്ട് പലരും പുറത്ത് പറയില്ല. ശമ്പളം കിട്ടാതിരുന്നാൽ പോലും അവർ മിണ്ടാതിരിക്കും. മറ്റ് സ്ത്രീ ആയതുകൊണ്ട് തന്നെ ശാരീരികമായ പീഡനങ്ങൾ, മാനസിക പീഡനം വളരെ വലുതാണ് കേരളത്തിൽ. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് വനിതാ കമ്മീഷനുണ്ട്. അവർക്ക് പരാതി കിട്ടിയാൽ തീർച്ചയായിട്ടും അവരത് പരിശോധിക്കും, അവർ നടപടിയെടുക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കാലം നീളും. എത്രയോ കേസുകളാണ് അവിടെ കിടക്കുന്നത്. പിന്നെ തെളിവെടുപ്പായി അങ്ങനെയൊക്കെ പോകാനൊക്കെ സാധാരണ പെൺകുട്ടികൾ മടിക്കും. പോലീസ് കേസുകളാവട്ടെ, IPCയുടെ കേസുകളാവട്ടെ, എന്തായാലും വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. കേരളത്തിലെ തൊഴിലിടങ്ങളിൽ, അത് വക്കീലായാലും അതുപോലെ തന്നെ ഏത് അധ്യാപകരായാലും ഏത് തൊഴിലിടമായാലും സ്ത്രീകൾക്ക് സുരക്ഷയുണ്ട് എന്ന് നമ്മൾ പറയുകയും ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കണമെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. പേപ്പറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രായോഗികമായി നടക്കാറില്ല. ആ തല്ല് എത്ര സമയം കൊണ്ടാണ് ഒരു പെൺകുട്ടിയെ, ഒരു യുവ അഭിഭാഷകയെ തല്ലിയത്? എല്ലാ പത്രങ്ങളും അത് വലിയ വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്, ചാനലുകളിൽ വലിയ വാർത്തയായി. എന്നിട്ട് ഒരു ഉളുപ്പുമില്ല. ആ വക്കീലിനും ഉളുപ്പില്ല, ഒളിവിൽ പോയ ആളിനും ഉളുപ്പില്ല. അല്ലെങ്കിൽ സറണ്ടർ ചെയ്യണ്ടേ അദ്ദേഹം? ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ കീഴടങ്ങുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വക്കീലന്മാരും ഉണ്ടാവും. അതാണ് നമ്മുടെ സമൂഹം. അപ്പോൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷ ആരാണ് ഉറപ്പുവരുത്തുക? അത് പല രൂപത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പല സ്ഥലങ്ങളിലും ആവശ്യമായ ശുചിമുറികൾ ഉണ്ടായിരിക്കില്ല. അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ടെക്സ്റ്റൈൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണത്തിൽ ഇരിക്കാൻ പാടില്ല. വലിയ സമരമാണ് കോഴിക്കോടൊക്കെ നടന്നത്. പക്ഷേ റിസൾട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും അവർ നിന്ന് തന്നെയാണ് ജോലി ചെയ്യേണ്ടത്. 1-2 സ്റ്റൂൾ ഇട്ടിട്ടുണ്ടെങ്കിലും ക്യാമറ വെച്ച് പരിശോധിക്കും. ആരെങ്കിലും ഇരുന്നാൽ ഇരിക്കുന്നവരുടെ ജോലി പോകും, അല്ലെങ്കിൽ അവരെ ഷിഫ്റ്റ് മാറ്റും, അവരെ സ്ഥലം മാറ്റും. പല പ്രശ്നങ്ങളാണ്. അപ്പോൾ നഴ്സുമാർ മറ്റൊരു മേഖലയാണ്, ഒരു വലിയ ചൂഷണത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ അങ്ങനെ വനിത മാത്രമല്ല, കുറഞ്ഞ ശമ്പളം കൊടുക്കുക, ശമ്പളം കൊടുക്കാതിരിക്കുക, ശമ്പളം ചോദിക്കുകയാണെങ്കിൽ മറ്റ് ലൈംഗിക ആവശ്യങ്ങൾക്ക് വിളിക്കുക, ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറയുക, മാനസികമായി പീഡിപ്പിക്കുക, ശാരീരികമായി തല്ലുക,
ഇതെല്ലാം പോവുകയാണ്, അതിര് കടന്ന് പോവുകയാണ്. ഇതിനെതിരെ പൊതു മനസാക്ഷി ഉണരേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷനെ പോലുള്ള 1-2 സംഘടനകൾ മുദ്രാവാക്യമായി വിളിച്ചുകൊണ്ട് പുറത്തൊക്കെ വന്നു, ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ പൊതുസമൂഹം ഇതൊന്നും കേട്ടതായിട്ടും കണ്ടതായിട്ടും ഭാവിക്കത്തില്ല. ഇവിടെ ഒരുപാട് സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരും നാടകപ്രവർത്തകരും കലാപ്രവർത്തകരും സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരും സാംസ്കാരിക നായകന്മാരൊക്കെ ഉള്ള നാടകമാണ്. പക്ഷെ അവരൊന്നും ഇത് കണ്ടതും ഇവിടെ മധുമാരെ കൊന്നാൽ, അതുപോലെ അഭിഭാഷകയെ അടിച്ചാൽ, അഭിഭാഷകരും പോലീസുമായി തല്ലിയാൽ, ഇവിടെ എന്തുണ്ടായാലും ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിൽ മലയാളി പിറകിലാണെന്ന് പറഞ്ഞു മാത്രം പോരാ, ഒരു തരം ദുരന്തമാണ്.